പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ, നിറവോലും പ്രഭയിൽ മുഴുകുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ, നിറവോലും പ്രഭയിൽ മുഴുകുന്നു. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ, സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ, സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ, നിറവോലും പ്രഭയിൽ മുഴുകുന്നു. പുക പൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പുക പൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ, നിറവോലും പ്രഭയിൽ മുഴുകുന്നു. എൻ പേർക്കായി യേശു മരിച്ചതിനാൽ, യേശുവിനായി ഇനി ഞാൻ ജീവിക്കും. എൻ പേർക്കായി യേശു ഉയർത്തതിനാൽ, ഒടുവിൽ ഞാൻ അവനിൽ ചേർന്നിടും. എൻ പേർക്കായി യേശു മരിച്ചതിനാൽ, യേശുവിനായി ഇനി ഞാൻ ജീവിക്കും. എൻ പേർക്കായി യേശു ഉയർത്തതിനാൽ, ഒടുവിൽ ഞാൻ അവനിൽ ചേർന്നിടും. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ, നിറവോലും പ്രഭയിൽ മുഴുകുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ, നിറവോലും പ്രഭയിൽ മുഴുകുന്നു. നിറവോലും പ്രഭയിൽ മുഴുകുന്നു.
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാം വാക്യം വായിക്കാം. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നുവെന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. തലപൊക്കി നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. അത് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിക്കൂടുന്നത് പലരും മനസ്സ് വിഷാദിച്ചിരിക്കുന്നതായിട്ടാണ്. തല താഴ്ത്തിയിരിക്കുകയാണ്. പക്ഷേ പുറമേ തല നോക്കുന്നുണ്ടായിരിക്കും, പക്ഷേ അതല്ല, ഉള്ളം തല താഴ്ത്തിയിരിക്കുകയാണ്. മനസ്സ് മ്ലാനമായിട്ടിരിക്കുകയാണ്. മനസ്സ് വിഷാദിച്ചിരിക്കുകയാണ്. പല പ്രശ്നങ്ങൾ ഒന്ന് ഓർത്ത് നോക്കൂ. നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് ഒരു ക്യാൻസർ രോഗം വന്നു എന്ന് അറിയാനിടയായി. കാര്യം അതിനും കേൾക്കാൻ നിങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ വേവുകയല്ലേ, നീറിപ്പോകുകയല്ലേ. അല്ല, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഹോസ്പിറ്റലിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കിടക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ നീറുകയല്ലേ, ഹൃദയം അങ്ങ് പിടയുകയല്ലേ. അല്ല, നിങ്ങൾ ചിലർ ഇന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഭർത്താവ് കോപിച്ച് അലറുകയാണോ, തല്ലുകയാണോ, അതോ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണോ? ആർക്കറിയാം. വേദനിച്ചിരിക്കുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും, ഞാൻ പറയാറില്ലേ, ഒരു അഗ്നിപർവ്വതമാണ്. ഒരു അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൊട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. ലാവ പുറത്തേക്ക് വരുന്നില്ല എന്നേ ഉള്ളൂ. ആ തീജ്വാല പോലുള്ള ദ്രാവകം പുറത്ത് വരുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ അനേകരുടെ ഹൃദയം ഇങ്ങനെ തീ തിന്നുകൊണ്ടിരിക്കുകയാണ്. സ്വസ്ഥത എന്ന് പറഞ്ഞതില്ല, മനുഷ്യനില്ല. പൈസയുടെ ഞെരുക്കം കൊണ്ട് മനുഷ്യൻ തളർന്നിരിക്കുകയാണ്. നാം ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവേ, മനസ്സ് തളർന്നിരിക്കുകയാണ്, മനസ്സ് വാടിയിരിക്കുകയാണ്, ഉള്ളുരുകിക്കൊണ്ടിരിക്കുകയാണ്, അകം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ നീറ്റിലകറ്റാൻ നീ ഒന്ന് എഴുന്നള്ളി വരണമേ. ഇതാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ വേദനയാറ്റി തണുപ്പിക്കാൻ യേശുവേ നീ എഴുന്നള്ളി വരണമേ. എനിക്ക് ഒരു ആശ്വാസം തരണമേ, മനസ്സിൻ്റെ സമാധാനം തരണമേ കർത്താവേ. എൻ്റെ കുടുംബത്തിൽ സ്വസ്ഥത തരണമേ കർത്താവേ. എൻ്റെ മക്കൾ കർത്താവേ ഇന്ന് ഒരു പ്രാർത്ഥനയില്ല, ബൈബിൾ വായനയില്ല, പഠിക്കുന്നില്ല, അവർക്ക് ഉത്സാഹമില്ല, അവർ വഴിതെറ്റി പോകുന്നു. എൻ്റെ കർത്താവേ, ഞാൻ എന്ത് വേണ്ടു? ദൈവത്തിന് സ്തോത്രം. അവരെ കടം മേടിച്ചും ഭൂമി പണയം വെച്ചും അവർ പഠിപ്പിക്കാൻ അയച്ചു. പക്ഷേ അവർ പഠിക്കാനല്ല പോയത്. അവർ കോയമ്പത്തൂരോ അല്ലെങ്കിൽ മദ്രാസിലോ അതല്ലെങ്കിൽ തിരുപ്പതിയിലോ അതും അല്ലെങ്കിൽ ബാംഗ്ലൂരോ ഒക്കെ ചെന്ന് അഴുക്കിൽ കൂത്താടി നടക്കുന്നു. എൻ്റെ കർത്താവ്, എൻ്റെ കുടുംബം മുടിഞ്ഞല്ലോ. അനേകരുടെ ഹൃദയം ഇങ്ങനെയാണ്, അനേകരുടെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കടത്തിൽ മുങ്ങി വലിയുന്ന വലിയൊരു കൂട്ടം ആളുകൾ. പൈസ മതിയാകുന്നില്ല, വരുമാനമുണ്ട് ഇല്ലെന്നല്ല, പക്ഷേ മതിയാകുന്നില്ല. കൈ ചോർന്നു പോകുന്നു. കിട്ടുന്നൊന്നും അവിടെ തങ്ങുന്നില്ല. കിട്ടുന്നുണ്ട്, അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്, പക്ഷേ ഒന്നും കയ്യിൽ തങ്ങുന്നില്ല. ഇങ്ങനെ ഓരോ തരത്തിൽ ഇങ്ങനത്തെല്ലാം. അതിലേറെ വേദനാകരമായ കാര്യമാണ് സ്വന്തം ഭർത്താവ് മരിച്ചുപോയത് ദുഃഖിക്കുന്നവർ. ഒരുമിച്ച് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം വരും. ഒരുമിച്ച് യാത്ര ചെയ്തത്, ഒരുമിച്ച് കിടന്നുറങ്ങിയത്, ഒരുമിച്ച് സംസാരിച്ചിരുന്നത്, ഒരുമിച്ച് വീട്ടുകാര്യങ്ങൾ സംസാരിച്ചത് എല്ലാം പിന്നെ ഓർക്കുമ്പോൾ സങ്കടം വരും. ഭർത്താവ് ഒരുമിച്ച് സന്തോഷമായി കഴിഞ്ഞ കാലങ്ങൾ, അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന പുരുഷന്മാർ ഇല്ലേ. എന്തെല്ലാം തീർത്താൽ തീരുമോ നമ്മുടെ പ്രശ്നങ്ങൾ? പറഞ്ഞാൽ തീരുമോ? മക്കളില്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവർ, മക്കളില്ല, വിവാഹം കഴിച്ചു, ഒരു കുഞ്ഞിക്കാൽ കാണാൻ കൊതിച്ചു, കിട്ടിയിട്ടില്ല, കാണാൻ പറ്റിയിട്ടില്ല, ഉള്ളു പൊള്ളുകയാണ്, ഉള്ളു നീറുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള ആവശ്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്? ഞാൻ പറയാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്തെല്ലാം. ഞാൻ ഈ പറഞ്ഞതൊന്നുമല്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾ അതിനേക്കാളൊക്കെ എത്രയോ ഗുരുതരമായ പ്രശ്നങ്ങൾ നിങ്ങൾക്കുള്ളത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒന്ന് ഞാൻ പറയാം, നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഹൃദയം തുറന്നിരുന്നാൽ നിങ്ങൾ കർത്താവ് ആശ്വാസം തരും. നിങ്ങളുടെ വേദനയ്ക്ക് കർത്താവ് ശമനം തരും. നിങ്ങളുടെ പ്രശ്നത്തിന് കർത്താവ് പരിഹാരം തരും. നിങ്ങളുടെ രോഗത്തിന് കർത്താവ് ഒരു ശമനം തരും, സൗഖ്യം തരും. തീർച്ചയാണ് പ്രിയപ്പെട്ടവരെ, ക്രിസ്തു വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിച്ചുകൊള്ളുക, ഞാൻ നിന്നെ വിടുവിക്കാതെ കർത്താവ് പറയുന്നത്. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. മഹത്വപ്പെടുത്തും. നാം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. അതിനുള്ള ഭാഗ്യം കർത്താവ് നമുക്ക് തരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, തലപൊക്കി നോക്കണം.
തല താഴ്ത്തിയിരിക്കരുത്. പുറമേയുള്ള തല താഴ്ത്തുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഉള്ളം താണ്ടിരിക്കരുത്, ഉള്ളം മ്ലാനമായിട്ടിരിക്കരുത്, ഉള്ളം വാടിയിരിക്കരുത്. ഭർത്താവിൻ്റെ സ്വഭാവം കൊണ്ട് മനസ്സ് വേദനിച്ചിരിക്കുന്ന സ്ത്രീകളുണ്ട്. ഭർത്താവിൻ്റെ ക്രൂരത കൊണ്ട് ഉള്ളു വാടിക്കരിഞ്ഞ് ശരീരം പോലും അടിയേറ്റ് തളർന്ന സ്ത്രീകളുണ്ട്. എന്തെല്ലാം ചിന്തിച്ചാൽ തീരുമോ? ചിന്തിച്ചാൽ തീരുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, എന്നുമെന്നും ഈ ഏതാണ്ട് ഒരു 100-ലേറെ മെസ്സേജസ് എനിക്ക് കിട്ടും. 100-ലേറെ വാട്സാപ്പിൽ. ഞാൻ എത്ര സമയം ഇരുന്നാണ് അതിന് മറുപടി പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, എല്ലാം കഥകൾ, ദുഃഖ കാര്യങ്ങൾ, ദുഃഖം മാത്രം, വേദന മാത്രം. സാറേ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എല്ലാം കൂട്ടിക്കൊണ്ട് ചുമന്നുകൊണ്ട് യേശുവിൻ്റെ കാൽക്കൽ ചെന്ന് ആ കാൽക്കൽ ഞാനെല്ലാം സമർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വേദനിക്കുന്ന ഒരു സമൂഹം, തളർന്നുപോയ ഒരു സമൂഹം, വാടിക്കരിഞ്ഞുപോയ മുഖങ്ങൾ, ദൈവമേ മ്ലാനതയുടെ വാട്ടം പറ്റിയ ജീവിതങ്ങൾ. എന്നാൽ ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ വിശ്വസിക്കൂ. യേശു ക്രിസ്തു എല്ലാറ്റിലും ഉന്നതനായി ജീവിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കൂ. യേശു ക്രിസ്തു നിങ്ങൾ വിശ്വസിക്കൂ. യേശു ക്രിസ്തുവോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. കർത്താവേ, നീ എനിക്കൊരു സഹായം ചെയ്തേ പറ്റൂ. നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നേ പറ്റൂ. എനിക്കൊരു സമാധാനം തന്നേ പറ്റൂ. കർത്താവേ, നീ വരണമേ. എൻ്റെ ഈ നീറുന്ന ഹൃദയത്തിൽ ഒരിട്ട് തണുപ്പ് തരാൻ നീ ഒന്ന് എഴുന്നേറ്റ് വരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവോട് പറയണം, കർത്താവേ, എൻ്റെ നീറിപ്പോകുന്ന ഹൃദയത്തിലേക്ക് ആശ്വാസത്തിൻ്റെ എന്തുള്ളിൽ ഒഴിക്കാൻ അതാ നീ എഴുന്നേറ്റ് വരണമേ. പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. തല പൊക്കി നോക്കുക, തല താണ്ടിരിക്കരുത്, മ്ലാനമതണ്ടായിട്ടിരിക്കരുത്. മ്ലാനത വേണ്ട, തല പൊക്കിക്കൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുകയാണ്, തല പൊക്കി നോക്കുക. ഇവിടെ തല പൊക്കി നോക്കാൻ പറയുന്നത് ശമരിയിൽ വെച്ചാണ് കർത്താവ് പറയുന്നത്. ശമരിയിലെ സുഹാർ ഗ്രാമത്തിലെ കിണറ്റിൻ്റെ അരികിൽ വെച്ചാണ് കർത്താവ് പറയുന്നത്. ശമരിയ സ്ത്രീയോടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നട്ടുച്ച നേരത്തെ വെയിലത്ത് കർത്താവ് നടന്നു വന്നിരിക്കുന്നു. വെയിലേറ്റ് വാടി തളർന്ന് കർത്താവ് ഇരിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാർ കർത്താവിന് ആഹാരം കൊണ്ടുപോകാൻ പോയിരിക്കുകയാണ്, ആഹാരം വാങ്ങാനായിട്ട് പോയിരിക്കുകയാണ്. എന്നാൽ കർത്താവ് ഏകനായിട്ട് ഇവിടെ ഇരിക്കുന്നു. കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് അങ്ങ് യഹൂദ്യയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ കർത്താവ് ശമരിയിലെ ഒരാളെ വീണ്ടെടുക്കാനുള്ളത് പരിപാടി ഇട്ട് കഴിഞ്ഞു. സ്തോത്രം. അത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആശ്വാസം തരാൻ കർത്താവ് പരിപാടി തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആശ്വാസം സമാധാനം തന്നെ കർത്താവ് പ്ലാനിട്ട് കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവോട് ഇരിക്കുകയാണ്. അവിടെ ശമരിയാദേശത്ത് ഒരു വേശ്യാസ്ത്രീയുണ്ട്. ഒരു വേശ്യാസ്ത്രീ 6 പുരുഷന്മാരുമായി മാറി മാറി ബന്ധം പുലർത്തിയ ഒരു ദുഷ്ടസ്ത്രീ. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ദൈവത്തിൻ്റെ സ്നേഹം, പാപികളെ തേടി വരുന്ന ദൈവത്തിൻ്റെ സ്നേഹം. എനിക്ക് നിങ്ങളൊരു വാക്ക് പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ പാവം വന്നെങ്കിലും ഏതെല്ലാം തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ വീണെങ്കിലും നിങ്ങളെ വീണ്ടെടുക്കാൻ യേശുവിന് മനസ്സാണ്. ലോടപ്പാ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ വീണ്ടെടുക്കാൻ യേശുവിന് മനസ്സാണ്. നിങ്ങൾക്ക് സമാധാനം തരാൻ യേശുവിന് മനസ്സാണ്. എത്ര കുഴഞ്ഞ പ്രശ്നത്തിലാണെങ്കിലും, എത്ര മാലിന്യത്തിൽ വീണുപോയെങ്കിലും, ഏതെല്ലാം ചെളിക്കുഴിയിൽ വീണുപോയെങ്കിലും നിങ്ങളെ ഉയർത്തിയെടുക്കാൻ യേശുവിന് മനസ്സാണ്. യേശു സാധിക്കും. യേശു ആ സ്ത്രീയെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് അവൾ വെള്ളം കോരാൻ വരുന്നത്. ആ സ്ത്രീയും യേശു എന്നുള്ള സംഭാഷണം എല്ലാം കഴിഞ്ഞ ഒരു പ്രാവശ്യം ചിലതെല്ലാം ചിന്തിച്ചല്ലോ. അതുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഇനി കുടിപ്പാൻ തരുമോ എന്ന് കർത്താവോട് ചോദിച്ചു. കർത്താവ് തുടച്ചിടുകയാണ്. അവളോട് ചോദിക്കുകയാണ്. എപ്പോഴും അങ്ങനെയാണ്. കർത്താവ് സമീപിക്കുമ്പോൾ നമ്മളോട് ചിലതെല്ലാം ചോദിക്കുകയാണ്. തരാമോ എന്ന്, കുടിപ്പാൻ തരാമോ എന്ന്, എൻ്റെ ദാഹം തീർക്കാമോ എന്ന്, യേശുവിൻ്റെ ദാഹം തീർക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അരികത്തുകാരെ നീട്ടി നിൽക്കുന്ന യേശുവിനെ നിങ്ങൾ കാണുക. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ദാഹം തീർക്കാൻ, എനിക്ക് ദാഹം മാറ്റാൻ കുടിപ്പാൻ തരുമോ? ദൈവത്തിന് സ്തോത്രം. ദാഹജലം തരുമോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീ ചില തൊടുന്യായങ്ങൾക്ക് പറയുന്നുണ്ട്. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ അവൾ പറയുന്നു, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. എന്നാൽ ഇവിടെയല്ല നമസ്കരിക്കേണ്ടത്, ആരാധന അവിടെ അങ്ങ് യഹൂദിയയിലാണെന്ന് ഞങ്ങൾ വേറെ യഹൂദിയിലുള്ളവർ പറയുന്നു. അവൾ പറയുകയാണ്, അവൾക്ക് ആരാധനയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ആരാധനയുടെ കാര്യം പറയാൻ അവൾക്കറിയാം. ഈ ഗരിസീം മലമുകളിൽ ആരാധിക്കുന്ന കാര്യവും യെരൂശലേമിൽ ആരാധിക്കുന്ന കാര്യമൊക്കെ പറയാൻ അവൾക്കറിയാം. കാരണം അവൾക്ക് പരിചയമുണ്ട്, അവൾക്ക് അറിവുണ്ട്. ഇന്ന് നമ്മളും അങ്ങനെ തന്നെയാണ്. നമുക്ക് ആരാധനയെക്കുറിച്ച് പറയാൻ അറിയാം, പ്രസംഗിക്കാൻ അറിയാം, വചനം അറിയാം, വചനം പറഞ്ഞു കൊടുക്കാൻ അറിയാം, എല്ലാം അറിയാം. ദൈവത്തിന് സ്തോത്രം. നമുക്കറിവില്ലാത്തവരുണ്ടോ? ഈ കൂട്ടായ്മയിൽ വരുന്ന ദൈവങ്ങൾക്ക് നല്ല അറിവുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവ് അവളോട് സംസാരിക്കുന്നു. സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക. കർത്താവ് അവളുടെ ആ പാരമ്പര്യത്തിന് കിടക്കൊന്നും കർത്താവ് കേൾക്കണ്ട. പിതാക്കന്മാരുടെ കാര്യമൊന്നും പറയണ്ട. ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ എന്നാണ് സ്ത്രീ ചോദിക്കുന്നത്. അവൾക്ക് യേശു ആരാണെന്ന് മനസ്സിലായില്ല.
ഏതോ ഒരു വഴിയാത്രക്കാരൻ വന്നിരിക്കുന്നേ അവൾ മനസ്സിലാക്കിയുള്ളൂ. യഹൂദ അറബി വന്നിരിക്കുന്നു, അത്രയും മനസ്സിലാക്കിയുള്ളൂ. എന്നാൽ സംസാരിക്കുന്നത് ആര് എന്ന് അവൾ അറിഞ്ഞിരുന്നെങ്കിൽ അവൾ ഒരക്ഷരം മിണ്ടില്ലായിരുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എവിടെ ഇരുന്ന് കേട്ടാലും നിങ്ങൾ അറിയുക, നിങ്ങളുടെ അരികത്ത് യേശു വന്നിട്ടുണ്ട്. യേശുവാണ് നിങ്ങൾക്ക് വചനം തരുന്നത്, യേശുവാണ് നിങ്ങൾക്ക് ആലോചന തരുന്നത്. നിങ്ങളെ ആശ്വസിപ്പിക്കാനാണ് യേശു വന്നത്, നിങ്ങൾക്ക് സമാധാനം തരാനാണ് യേശു വന്നത്, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തരാനാണ് യേശു വന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ നീറുന്ന ഹൃദയത്തിൻ്റെ നീറ്റലാർന്ന പ്രശ്നങ്ങൾക്ക് സമാധാനം തരാൻ യേശു വന്നിരിക്കുകയാണ്. വിശ്വസിക്കുമോ നിങ്ങൾ? കർത്താവിന് സ്തോത്രം. ആ സ്ത്രീയുടെ ജീവിതം ആകെ മാറ്റിമറിക്കുകയാണ് യേശു. അവൾ പറഞ്ഞ പാരമ്പര്യത്തിന് കണക്ക്, യാക്കോബിൻ്റെ പാരമ്പര്യം, പിതാക്കന്മാരുടെ പാരമ്പര്യം ഒക്കെ അവൾ പറയുന്നുണ്ട്. ആ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവൾ പാവത്തിൽ ജീവിക്കുന്നതാണെങ്കിലും പാരമ്പര്യത്തിന് കണക്ക് പറയുന്നുണ്ട്. ഇന്നങ്ങനെയല്ലേ നമ്മുടെ ആളുകൾ? പിതാക്കന്മാരുടെ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുവിശേഷത്തെ എതിർക്കുന്നു. പിതാക്കന്മാരുടെ പാരമ്പര്യം, നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ പാരമ്പര്യം എന്തെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദൈവത്തിൻ്റെ വചനത്തെ എതിർക്കുന്ന ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. പാരമ്പര്യത്തിന് കണക്ക് പറയുന്നവരുണ്ട്. തന്നെയുമല്ല, കേൾക്കാൻ നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം, ഈ കക്ഷി സ്പർദ്ധകൾ, കക്ഷി വൈരാഗ്യങ്ങൾ, അത് ദൈവമക്കൾക്ക് ചേർന്നതല്ല, ഒരിക്കലും പാടില്ല. ദൈവമക്കൾക്ക് സഭാഭേദം പാടില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് ആശയം കിട്ടിയതാണ്. ഒരിക്കലും സഭ മാറ്റേണ്ട ആവശ്യമില്ല, സഭ മാറേണ്ട ആവശ്യമില്ല. ഒരിക്കലും ഒരു സഭയെയും കുറ്റം പറയില്ല. എല്ലാ സഭയും ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചതാണെങ്കിൽ സഭയെല്ലാം സംശുദ്ധം തന്നെ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ഒരു സഭയെയും നാം തരം താഴ്ത്തി കാണരുത്, ഒരു സമുദായത്തെയും തരം താഴ്ത്തി കാണരുത്, ഒരു മതത്തെയും തരം താഴ്ത്തി കാണരുത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ നിസ്സാരതയിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ ഹിന്ദു ഫിലോസഫി കുറെ പഠിച്ചതാണ്. കാരണം പഠിക്കണമായിരുന്നു. ഹിന്ദു ഫിലോസഫി കുറെ പഠിച്ചു, ഹൈന്ദവ തത്വശാസ്ത്രം പഠിച്ചു, മനീഷികളായ മഹത്തുക്കളായ സന്യാസിവര്യന്മാരുടെ ആലോചനകൾ, ധ്യാനങ്ങൾ ഞാൻ പഠിച്ചു ചിലത്. ദൈവത്തിന് സ്തോത്രം. ഖണ്ഡോപനിഷത്തും മണ്ഡൂകോപനിഷത്തും എല്ലാം ഞാൻ വായിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇത് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഞാൻ അതുകൊണ്ട് ഹൈന്ദവ മതത്തെയും ഞാൻ ബഹുമാനിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവരുടെ ആചാരങ്ങളും അവരുടെ മര്യാദകളും എല്ലാം മാന്യമായി തന്നെ എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരിക്കലും ആരെയും തരം താഴ്ത്തി കാണുകയില്ല, ഒരു സഭയെയും കുറ്റപ്പെടുത്തി കാണുകയില്ല. കാരണം എനിക്കറിയാം, സഭയല്ല മാറേണ്ടത്, മതമല്ല മാറേണ്ടത്, ഹൃദയമാണ് മാറേണ്ടത്. ഹൃദയം മാറിയാൽ മതി, ഹൃദയം മാറണം. ദൈവത്തിന് സ്തോത്രം. ഇവൾ പാരമ്പര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കർത്താവ് അവളോട് പറഞ്ഞു, സ്ത്രീയെ എൻ്റെ വാക്ക് വിശ്വസിക്കുക. വായിച്ചേ, സ്ത്രീയെ എൻ്റെ വാക്ക് വിശ്വസിക്കുക. സ്ത്രീയെ എൻ്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. മനസ്സിലാക്കാൻ പ്രയാസമുള്ളൊരു വാക്യമാണ്. എന്താണ് സത്യാരാധന? കർത്താവോട് പറയുകയാണ്, എന്താണ് സത്യാരാധന? സത്യാരാധന വിശുദ്ധിയാണ്, ജീവിതവിശുദ്ധിയാണ്. സത്യാരാധന ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. സ്നേഹമാണ് ആരാധന. വിശുദ്ധിയാണ് ആരാധന. വിശ്വാസമാണ് ആരാധന. പ്രത്യാശയാണ് ആരാധന. ദൈവത്തിന് സ്തോത്രം. പുറമേയുള്ള ആരാധന വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. സാക്ഷാത്തായ ആരാധന എന്താണ്? അത് വിശുദ്ധ ഹൃദയത്തിൽ നിന്ന് ഉതിരുന്നതായ സ്തുതിയാണ്. വിശുദ്ധ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്തുതി, വിശുദ്ധിയുടെ കൈകൾ ഉയർത്തിക്കൊണ്ടുള്ള സ്തുതി. ദൈവത്തിന് സ്തോത്രം. അത് വിശുദ്ധ കരങ്ങൾ ഉയർത്തി ഘോഷിപ്പീനെന്ന് സങ്കീർത്തനം പറയുന്നു. നാം ആത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് വിശുദ്ധി സ്തുതിക്കുന്നതാണ് സത്യമായ ആരാധന. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു എന്നാണ്. ബലിയാണ്, സ്തോത്രമാണ്. അത് സ്തോത്രമാണ്. കുർബാന സ്തോത്രമാണ്, സത്യാരാധന. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സത്യാരാധന തുടങ്ങണം. ഇന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എനിക്കൊന്ന് ആരാധിക്കണമെന്ന്, എൻ്റെ കർത്താവിനെ ഒന്ന് സ്തുതിക്കണമെന്ന്, എനിക്ക് ജീവൻ തന്ന യേശുവിനെ ഒന്ന് വാഴ്ത്തി പാടണമെന്ന്, എനിക്ക് ഇത്രയും നാളും ജീവിക്കാൻ ഈ ഭൂമിയിൽ ആയുസ് ദൈവത്തെ ഒന്ന് സ്തുതിക്കണമെന്ന്, എൻ്റെ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ച എൻ്റെ യേശുവിനെ സ്തുതിക്കണമെന്ന്, എനിക്ക് മക്കളെ തന്ന ദൈവത്തെ സ്തുതിക്കണമെന്ന്, എനിക്കൊരു ഭർത്താവിനെ തന്ന ദൈവത്തെ സ്തുതിക്കണമെന്ന്, എനിക്ക് ഭാര്യയെ തന്ന ദൈവത്തെ സ്തുതിക്കണമെന്ന്. എൻ്റെ കർത്താവേ, എന്തെല്ലാം കുറവുകൾ എനിക്കുണ്ടെങ്കിലും, എന്തെല്ലാം പോരായ്മയുണ്ടെങ്കിലും, എല്ലാം ഉണ്ടെങ്കിലും കർത്താവേ, നീ എന്നെ സ്നേഹിക്കുന്നു എനിക്ക് മനസ്സിലായി. കർത്താവേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു. സ്തുതി. ദൈവത്തിന് സ്തോത്രം, ആരാധന. കർത്താവിന് സ്തോത്രം. ശിഷ്യന്മാരെപ്പോഴേക്കും വന്നു കഴിഞ്ഞു. ശിഷ്യന്മാർ ആഹാരം കൊണ്ടുവന്നു. കർത്താവെ ഭക്ഷിച്ചാലെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. നിങ്ങളറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ട്. വായിച്ചേ, നിങ്ങളറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ട്. അതിനെ അവൻ, നിങ്ങളറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്നവരോട് പറഞ്ഞു. നിങ്ങളീ കൊണ്ടുവന്ന ആഹാരമല്ല, നിങ്ങൾക്കറിയാൻ വയ്യാത്തൊരാഹാരം എനിക്ക് ഭക്ഷിപ്പാനുണ്ട്. എനിക്ക് ഒരാഹാരം ഭക്ഷിപ്പാനുണ്ട്.
ആകയാൽ വല്ലവനും അവനെ ഭക്ഷിപ്പാൻ കൊണ്ടുവന്നുവോ എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. അവർക്കൊന്നും മനസ്സിലായില്ല. വല്ലൊരു ആഹാരം കൊടുത്ത് കാണുമെന്നേ വിചാരിച്ചുള്ളൂ. കർത്താവിൻ്റെ കൂടെ നടന്നെങ്കിലും അവർക്ക് പലതും മനസ്സിലായില്ല. കർത്താവിൻ്റെ കൂടെ നടക്കുന്നെങ്കിലും നമുക്കും പലതും മനസ്സിലായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കർത്താവിൻ്റെ കൂടെ നടക്കുന്നു, പക്ഷേ പലതും മനസ്സിലായിട്ടില്ല. ഞാൻ കർത്താവിനോട് ചിലപ്പോൾ പറയാറുണ്ട്, കർത്താവേ, ഞാൻ കൃപയാൽ നിൻ്റെ കൂടെ വരാൻ എനിക്ക് ഭാഗ്യം കിട്ടി, പക്ഷേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. എനിക്കൊന്നും പിടികിട്ടുന്നില്ലല്ലോ. ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവർക്ക് മനസ്സിലായില്ല. കർത്താവ് എന്ന് പറയുന്നത് മനസ്സിലായില്ല. അടുത്ത വാക്യം. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. സ്തോത്രം. അതാണ് ആഹാരം. മതി. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. ഇന്ന് സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ ഏറ്റവും ശ്രേഷ്ഠ ഭോജനം നിൻ്റെ ഹിതം നിവർത്തിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. യേശുവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം. യേശുവിൻ്റെ ഹിതം നിവർത്തിക്കുക, യേശുവിന് വേണ്ടി ചെലവഴിക്കപ്പെടുക, യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുക, മുഴുവനായി അങ്ങ് സെറ്റപ്പ് പാർട്ട് ചെയ്യുക, യേശുവിന് വേണ്ടി മുഴുവനായി മാറ്റിവെക്കുക. ദൈവത്തിന് സ്തോത്രം. മുഴുവനായി ഒരാറ്റം പോലും എൻ്റെ കയ്യിലില്ല, എല്ലാം യേശുവിൻ്റെ കയ്യിലായി എന്നുള്ളൊരു ഉറപ്പ് കിട്ടുക. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം യേശുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. വൺസ് ഫോർ ഓൾ ഇറ്റ് ഈസ് കമ്മിറ്റഡ് ടു ക്രൈസ്റ്റ്. എല്ലാം ഒരിക്കലായിട്ട് കൊടുത്തു കഴിഞ്ഞു. സ്തോത്രം. ഒരിക്കലായിട്ട് കൊടുത്തു കഴിഞ്ഞു. അതൊരിക്കലായിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞു. കൊടുക്കേണ്ടവൻ്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞു. വാങ്ങാൻ യോഗ്യനായവൻ്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളുടെ ജീവിതം, ഈ ആയുസ് യേശുവിന് കൊടുക്കാം. ഇനി എത്ര നാളുണ്ട് ആർക്കറിയാം? എത്ര നാളുണ്ട്? കർത്താവിന് സ്തോത്രം. ഉള്ള കാലം, ദൈവത്തിന് സ്തോത്രം, ഉള്ള കാലം, ചെറുതാകട്ടെ അധികമാകട്ടെ, ഉള്ളത് യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുക. കർത്താവേ, നിനക്ക് ഇഷ്ടമുള്ള ചെയ്തുകൊള്ളുക, നിനക്ക് ഇഷ്ടം പോലെ പ്രവർത്തിച്ചു കൊള്ളുക, നിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണിൽ നീ വ്യാപരിച്ചു കൊള്ളുക. നിൻ്റെ ഇഷ്ടം പോലെ മുഴുവനായി ഞാൻ വിട്ടു തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മുഴുവൻ എൻ്റെ ആയുസ്, എൻ്റെ ആരോഗ്യം, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ സമ്പത്ത്, എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങൾ, കർത്താവേ, എനിക്കുള്ള വരുമാനം, എൻ്റെ പെൻഷൻ, എല്ലാം എവരിതിങ് എല്ലാം യേശുവിൻ്റെ കയ്യിലേക്ക് കൈമാറുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പറ്റുമോ നിങ്ങൾക്ക് തോന്നുന്നു, സാറേ ഇതൊക്കെ സാധിക്കുന്ന കാര്യമാണോ? ഇങ്ങനെയൊക്കെ പറ്റുമോ? ഇങ്ങനെയൊക്കെ സമർപ്പിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, സാധിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ മനസ്സ് വെച്ചാൽ മതി, കർത്താവ് സാധിപ്പിച്ചു തരും. നിങ്ങൾ ആഗ്രഹിച്ചാൽ മതി, കർത്താവ് സാധിപ്പിച്ചു തരും. ഒരു നല്ല ആഗ്രഹമല്ലേ കർത്താവേ ഞാൻ പറയണം, ദൈവത്തോട് പറയണം. ഞാൻ പറയാറുണ്ട്, കർത്താവേ, ഞാൻ എന്നോട് നല്ലൊരു ആഗ്രഹമല്ലേ പറയുന്നത്, എനിക്കൊരു വിശുദ്ധനാകണമെന്നുള്ളതായ ആഗ്രഹം. അതെ, നല്ലതല്ലേ കർത്താവേ? നീ ആഗ്രഹിക്കുന്ന കാര്യമല്ലേ? എനിക്കൊരു പൂർണ്ണ വിശുദ്ധനാകണമെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ പറയുമ്പോൾ കാതോർത്ത് നിൽക്കുന്നൊരു യേശുവുണ്ട്. ഞാൻ പറയുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശു എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. നിങ്ങളൊന്നും യാദൃച്ഛ്യമായിട്ട് വന്നതല്ല. നിങ്ങളെക്കുറിച്ച് കർത്താൻ വിലയേറിയ ഉദ്ദേശങ്ങളുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഓരോ ഭവനത്തിലേക്ക് തിരിച്ചു ചെന്ന ഭവനത്തിലും ആ ദേശത്തും നിങ്ങൾ ക്രിസ്തുവിൻ്റെ പ്രതിനിധികളായി നിൽക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സ്ഥാനാർത്ഥികളായി നിൽക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ പ്രതിനിധികളായി നിങ്ങളവിടെ നിൽക്കണം. ക്രിസ്തുവിൻ്റെ ഭാവം എന്ന് കേട്ടല്ലോ. ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി അവിടെ നിൽക്കണം. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി അവിടെ നിൽക്കണം. ക്രിസ്തുവിൻ്റെ ഹൃദയമുള്ളവരായി അവിടെ നിൽക്കണം. ക്രിസ്തുമയമായി നിൽക്കണം. നിങ്ങൾ വീട്ടിൽ ചെന്ന് ഭാര്യയ്ക്ക് തോന്നണം, അദ്ദേഹം വീട്ടിൽ നിന്ന് പോയാണല്ലോ, എന്തോ ഒരു നിധി കിട്ടിയ പോലെ ഇരിക്കുന്നല്ലോ, മുഖത്തിൻ്റെ ഒരു പ്രസാദം. ഭർത്താവ് തോന്നണം, എവിടെ യോഗത്തിന് പോയി നന്നായല്ലോ, വ്യത്യാസം വന്നല്ലോ, എന്തൊരു മാറ്റം. ദൈവത്തിന് സ്തോത്രം. മക്കൾക്ക് തോന്നണം, അപ്പൻ്റെ അമ്മയുടെ സ്വഭാവം മാറിയല്ലോ, എന്തൊരു മാറ്റമാണിത്, എന്തൊരു പ്രസന്നത. ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിലും എന്തൊരു പ്രസന്നതയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഏറ്റവും അടുത്ത് അറിയുന്നവർക്ക് തോന്നണം, ഒരു പ്രത്യേകതയുണ്ട്, കാണത്തക്കവണ്ണം പ്രത്യേകതയുണ്ട്, ഒരു സ്വഭാവ മാറ്റമുണ്ട്, ശാന്തത വന്നിരിക്കുന്നു. എപ്പോഴും കോപ സ്വഭാവമുള്ള ആൾ, പെട്ടെന്ന് ഞെട്ടിത്തെറിച്ച് കോപിക്കുന്നയാൾ, ഇപ്പോൾ കോപം വരുന്നില്ല. എന്തോ ഒരു മാറ്റമുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കിതെല്ലാം നിങ്ങൾക്ക് അനുഭവമാക്കി എടുക്കാമെന്നായി പറഞ്ഞത്. നിങ്ങളാരും അകലെ നിൽക്കേണ്ടവരല്ല, നിങ്ങൾ അടുത്ത് വന്ന് സ്വീകരിക്കേണ്ടവരാണ്. യേശുവിൻ്റെ അടുക്കിലേക്ക് അടുത്തടുത്ത് വരേണ്ടവരാണ്. നിങ്ങളാരും ദൂരെയുള്ളവരല്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളാരും ക്രിസ്തുവിൽ ദൂരെയുള്ളവരല്ല. നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുകയാണ്. കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക്. ദൈവത്തിന് സ്തോത്രം. ആ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ തലോടുവാൻ ക്രിസ്തുവിനെ കരം നീട്ടിത്തരും. നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ ക്രിസ്തുവിനെ കരം നീട്ടിത്തരും. അവൻ നിങ്ങളുടെ പുറം തലോടി തടവിത്തരും. നിങ്ങൾക്ക് ആശ്വാസം തരും. ദൈവത്തിന് സ്തോത്രം. സമാധാനം തരും. നിങ്ങൾ രോഗക്കിടക്കയിൽ അവൻ നിങ്ങളുടെ അരികത്ത് വന്നിരുന്ന് ആശ്വസിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. രോഗക്കിടക്കയിൽ നിങ്ങളുടെ അരികത്ത് വന്നിരുന്ന് അവൻ തലോടിക്കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാം കൊണ്ടുവന്ന് അവൻ്റെ കരത്തിലേക്ക് കൊണ്ട് കൊടുക്കുക, ഏൽപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. അവനിതാ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങളെ കാണാനോ വന്നിരിക്കുകയാണ്. നിങ്ങളെ കാണുമ്പോൾ യേശുവിന് സന്തോഷമാണ്. ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ കാണുന്നത് യേശുവിന് പ്രബോധമാണ്. ദൈവത്തിന് സ്തോത്രം. തൻ്റെ വചനം കേൾക്കാൻ ജനങ്ങൾ കൂടി വരുന്നത് യേശുവിന് സന്തോഷമാണ്. അതുകൊണ്ട് നിങ്ങളെ കർത്താവ് സന്തോഷത്തോടെ നോക്കുകയാണ്, പ്രസന്നതയോടെ നോക്കുകയാണ്, പുഞ്ചിരിയോടെ നോക്കുകയാണ്. മാലാഖമാർ അതിശയം കുറി നോക്കുകയാണ്. ഈ മൺമീനായ മനുഷ്യൻ എന്ത് പ്രത്യേകത ഉണ്ടായിട്ടാണ് നിത്യനായ ദൈവം ഒരു വാത്സല്യത്തോടെ നോക്കുന്നതെന്ന് മാലാഖമാർക്ക് മനസ്സിലാകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിത്യനായ ദൈവം നിങ്ങളിലേക്ക് അതിൻ്റെ കൃപ മുഴുവൻ പകരാനായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാ സ്നേഹവും എല്ലാ കൃപയും നിങ്ങളുടെ മേൽ പകരാൻ കർത്താവ് വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ ചേർത്തണച്ച് കൊണ്ടുവരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു കൂടാരത്തിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ എല്ലാവരെയും മാടിയെടുപ്പിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ കൂടാരത്തിൽ നിങ്ങൾ ഇരുത്തിക്കൊണ്ട് നിങ്ങളോട് കർത്താവ് സംസാരിക്കുകയാണ്. മകനെ, നീ മറ്റൊന്നും ചെയ്യേണ്ട, നിനക്ക് എന്നെ ഞാൻ ചെയ്തു തരാം. നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിൻ്റെ ജീവിതം ഒരു വ്യവസ്ഥയും കൂടെ അതിൻ്റെ കയ്യിലേക്ക് തരിക. ദൈവത്തിന് സ്തോത്രം. ഒരു വ്യവസ്ഥയും നീ പറയരുത്, ഒരു വ്യവസ്ഥയും നിനക്കുണ്ടായിരിക്കരുത്, ഒരു ഉപാധിയും ഉണ്ടായിരിക്കരുത്. വ്യവസ്ഥ കൂടാതെ നിൻ്റെ ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് തരിക. ഞാൻ നിന്നെ ആനന്ദിപ്പിക്കുക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുക, ഞാൻ നിനക്ക് സമാധാനം തരാം, നിൻ്റെ ഭാവി ഞാൻ ശോഭനമാക്കി തരാം. മകനെ, നിൻ്റെ കുടുംബത്തെ ഞാൻ ശ്രേയസ്സുള്ളതാക്കി ഐശ്വര്യമുള്ളതാക്കി തീർത്തു തരാം. ദൈവത്തിന് സ്തോത്രം. നിന്നെ മതിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം തരാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനേകം പ്രശ്നങ്ങൾ മതിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. പ്രശ്നങ്ങൾ വലിയ ദൂഷിത വലയത്തിന് വിട്ട് വലയുന്നവരുണ്ട്. എന്തു വേണ്ടു അറിയാൻ പാടില്ല. ഈ ഊരാക്കുരുക്ക് എങ്ങനെ അഴിയും കർത്താവേ ഭാരത്തോടിരിക്കുന്നവരുണ്ട്. എന്നാലോ യേശു ഇതാ കരിയത്തോടെ മന്ദം നടന്നു പോകുന്നു. നിങ്ങൾ യേശുവിനെ കാണുക. യേശുവിനോട് പറയും, കർത്താവേ ഒന്ന് നിൽക്കണേ, ഈ ഉള്ളവൻ്റെ സങ്കടം ഒന്ന് കേൾക്കണേ. ദൈവത്തിന് സ്തോത്രം. യേശുവേ ഒരു സെക്കൻഡ് നിൽക്കണേ, എൻ്റെ സങ്കടം ഒന്ന് കേട്ടിട്ടേ പോകാവൂ. എൻ്റെ കർത്താവേ, എൻ്റെ അരികത്തേക്ക് ഒന്ന് നീങ്ങി നിന്ന് എൻ്റെ തലമേൽ കരം വയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ നിങ്ങളെ കൂടെ തന്നെ ഉള്ളതിനായി നന്ദിയോടെ സ്തോത്രം. അവിടെ നിങ്ങളെ കരുണയോടെ കാണുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ ഭാരങ്ങൾ, ഞങ്ങളുടെ സങ്കടങ്ങൾ, ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അവിടെ നിന്ന് അറിയുന്നല്ലോ. എല്ലാറ്റിനും പരിഹാരയുടെ സന്നിധിയിലുള്ളതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും ആശ്വസിപ്പിച്ച് സാന്ത്വനപ്പെടുത്തി എഴുന്നേൽപ്പിക്കണമേ. എല്ലാവരും മേലും തൃക്കരം വെച്ച് അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.